ഈ കോരിച്ചൊരിയുന്ന മഴയത്തും ഞാൻ എൻ്റെ ടെറാക്കോട്ട ജ്വല്ലറി ഐറ്റംസ് 12 ദിവസം കൊണ്ട് തന്നെ ബേക്ക് ചെയ്തെടുക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാൻ താല്പര്യമില്ലേ? എന്നാൽ ആ രഹസ്യം ഈ വീഡിയോയിലുണ്ട്. നിങ്ങൾ പൂർണ്ണമായും കാണുക. എന്നാൽ വീഡിയോയിലേക്ക് എടുക്കാം. ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി വെച്ച് 12 ദിവസം ആവുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തതെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അതിന് ഞാനിവിടെ ഞാൻ ഉണ്ടാക്കി വെച്ച എല്ലാ പ്രൊഡക്റ്റുകളെയും ഒരു പരന്ന പ്രതലത്തിൽ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിനു ശേഷം ഇതിനെ 3 ദിവസം വരെ ഈ രീതിയിൽ തന്നെ ബോക്സ് പോലെ എന്തിനെങ്കിലും പരന്ന ബോക്സിലേക്ക് നമ്മളിത് മാറ്റി വയ്ക്കുകയോ ചെയ്യണം. അതിനുശേഷം ഇതിൽ ആദ്യത്തെ 3 ദിവസങ്ങളിലായിട്ട് ഇത് ബെൻഡ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നതിനാൽ അതിനെ ഏത് രീതിയിലാണോ നമ്മളുള്ളത് അതിൽ നിന്ന് അതിനെ ഒന്ന് മറച്ച് വെച്ചിട്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അതിനെ ഏത് പ്രതലത്തിലാണോ ഉള്ളത് ആ ഒരു പ്രതലത്തിൻ്റെ നിരപ്പായ ഒരു പ്രതലത്തിലേക്ക് ആവുന്ന രീതിയിൽ ഇതിനെ പ്രസ് ചെയ്ത് നിരപ്പാക്കി വെക്കുന്നു. ഇത് 3 ദിവസം ഈ രീതിയിൽ നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 4-ാമത്തെ ദിവസം നിങ്ങൾ ഒരു പരന്ന പ്രതലത്തോട് കൂടിയിട്ടുള്ള ഒരു തവ എടുത്ത് അത് നല്ലവണ്ണം അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. ചൂടായ ശേഷം അത് ഓഫാക്കി കളയുക. ഓഫാക്കിയ ശേഷം നിങ്ങൾ ആ ഒരു നമ്മുടെ ടെറാക്കോട്ട പ്രൊഡക്റ്റുകൾ അതിൽ ബെൻഡിങ് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അതിനെ നിങ്ങൾ തവയിലേക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തു വയ്ക്കുക. അതിനെ അട്ടിക്കായിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഒരു നിരപ്പായ ഒരു രീതിയിൽ വേണം അത് വെക്കാൻ എന്ന് മാത്രം. ഇനി ഇത് നിങ്ങൾ ചെയ്യുന്നത് തണുപ്പുള്ള കാലാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 2 തവണയെങ്കിലും അല്ലെങ്കിൽ 3 തവണയെങ്കിലും ഈ രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് ഉണക്കം എത്രയും പെട്ടെന്ന് കിട്ടും എന്നതുകൊണ്ടാണ് കൂടുതൽ തവണ ചെയ്യാൻ പറയുന്നത്. അതല്ല, ഇനി ചൂടുള്ള കാലാവസ്ഥയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ മിനിമം 1 തവണയെങ്കിലും ഈ രീതിയിൽ ചെയ്യാം. ഇനി ഈ രീതിയിൽ നമുക്ക് 11 ദിവസം വരെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇനി 11 ദിവസം കഴിഞ്ഞതിന് ശേഷം 12-ാമത്തെ ദിവസം നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ ഇതേ രീതിയിൽ ഒരു തവണയും കൂടി ചൂടാക്കുന്നു. ഈ ചൂടാക്കിയ ശേഷം അതിനെ നന്നായിട്ട് തണുക്കുന്നതിന് വേണ്ടിയിട്ട് വെച്ച് ഏകദേശം 1 മണിക്കൂറോളം ആ രീതിയിൽ വയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നമ്മുടെ സാധാരണയുള്ള നമ്മുടെ ബേക്കിംഗ് മെത്തേഡ് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ബേക്കിംഗ് മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സാധാരണ രീതിയിൽ ബേക്ക് ചെയ്യാവുന്നതാണ്. ഈ ബേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സിമ്മറായിട്ടും ഏറ്റവും ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ സാധാരണ അരമണിക്കൂറാണ് വെക്കുന്നതുണ്ടെങ്കിൽ അത് 3/4 മണിക്കൂറാക്കുകയും ഇനി 3/4 മണിക്കൂർ വെക്കുന്നവരാണെങ്കിൽ അത് ഒരു 50-55 മിനിറ്റ് വരെയെങ്കിലും ലേശം സമയം കൂടുതലായിട്ട് ആ ഫസ്റ്റ് സ്റ്റേജിൽ വെക്കുക. ബാക്കിയെല്ലാം സാധാരണ പോലെ തന്നെ ചെയ്യാം. പിന്നീട് നമുക്ക് ആ ബേക്ക് ആയതിനു ശേഷം നോക്കിയാൽ നമ്മുടെ പ്രൊഡക്റ്റുകൾ എല്ലാം വളരെ ഭംഗിയായിട്ട് യാതൊരു പൊട്ടലും കൂടാതെ നമുക്ക് ബേക്ക് ചെയ്ത് എടുത്തതായിട്ട് കാണാൻ കഴിയും. ഇനി നമ്മുടെ പ്രൊഡക്റ്റുകൾ ബേക്കായി ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി ഈ രീതിയിൽ 2 പീസുകൾ കൂട്ടിമുട്ടിച്ചാൽ നമുക്ക് ലോഹത്തിൻ്റെ മേലെ തട്ടുന്ന പോലെയുള്ള ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും. ഈ രീതിയിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് നല്ല ബേക്കായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഈ രീതിയിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് ശേഷം അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം നിങ്ങൾ അറിയിക്കും. കമൻറ്റിൽ രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുക. എന്നാൽ മറ്റൊരു വീഡിയോയിൽ കാണാം. നമസ്കാരം, നന്ദി.